21 ലക്ഷം വിദ്യാർത്ഥികളുടെ കണ്ണീര് കുടിച്ചിട്ട് കേന്ദ്ര സർക്കാർ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ അവർക്ക് കൈമലർത്തി കാണിക്കാനേ അറിയുകയുള്ളൂ. രാജ്യനഗരങ്ങളെ സാക്ഷിയാക്കി നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ രാഹുൽ ഗാന്ധി പോരാടുമ്പോൾ നീതിക്കായി കാത്തിരിക്കാതെ കുഞ്ഞുങ്ങൾ ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിന്റെ നീറ്റ് അനാസ്ഥ കാരണം മരണപ്പെടുന്ന എത്രയെത്ര കുട്ടികളാകുന്നു. അതും വെറും 17-19 വയസ്സ് മാത്രം പ്രായമുള്ളവർ. നീറ്റിൽ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല BJPയുടെ ഈ ക്രമക്കേടെന്ന് നമ്മൾ ഓർക്കണം. 2024 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അനിയന്ത്രിതമായിട്ട് ഗ്രേസ് മാർക്ക് നൽകിക്കൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ചതിച്ചു. അതിലവസാനം രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കും സുപ്രീം കോടതി ഇടപെടലുകൾക്കും വരെ കാരണമായി. അന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്കായി രാജ്യം മുറവിളി കൂട്ടിയപ്പോൾ അതിന് പുല്ലുവിലയായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. കാരണം വിദ്യാർത്ഥികളുടെ മരണത്തിന് കേന്ദ്രവും വിദ്യാഭ്യാസ മന്ത്രിയും ഉത്തരം പറഞ്ഞേ മതിയാകൂ. ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തെ തുടർന്ന് 2026 നീറ്റ് UG റദ്ദാക്കിയതിനും ജൂൺ 21 നടക്കാനിരിക്കുന്ന പുനഃപരീക്ഷയ്ക്കും ഇടയിലുള്ള 46 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലുടനീളമുള്ള കുറഞ്ഞത് 11 നീറ്റ് പരീക്ഷാർത്ഥികളായിരുന്നു ആത്മഹത്യ ചെയ്തതായിട്ട് പോലീസ് രേഖകൾ പറയുമ്പോൾ ഈ രാജ്യത്തെ പൗരന്മാരെ കാക്കേണ്ടവർ തന്നെ കൊല്ലാനുള്ള വഴിവെട്ടുകയാണ് എന്ന സത്യം നമ്മൾ ഞെട്ടലോടെ മനസ്സിലാക്കണം. 551 നഗരങ്ങളിലായി 2.27 ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുകയും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് അന്വേഷണം തുടരുകയും ചെയ്യുമ്പോൾ തമിഴ്നാട്, രാജസ്ഥാൻ, ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മരണ റിപ്പോർട്ടുകൾ വർദ്ധിക്കുകയാണ്. മെഡിക്കൽ രംഗത്ത് കരിയർ കെട്ടിപ്പടുക്കുക എന്ന ആഗ്രഹത്തോടെ ദീർഘനാളായി നീറ്റ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കവെയാണ് ഈ ആത്മഹത്യകൾ. രാജ്യത്തുടനീളം 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളായിരുന്നു ഇത്തവണ പരീക്ഷ എഴുതിയത്. പരീക്ഷ റദ്ദാക്കിയതിന്റെ സാഹചര്യത്തിൽ ഈ മാസം 21 വീണ്ടും പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യത്തെ തന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ നേർചിത്രമായി മാറുകയാണ് ഈ ആത്മഹത്യകൾ. അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര തലപ്പത്തിരിക്കുന്ന ഈ വമ്പന്മാർ ഈ കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക് ഒരു നാൾ കണക്ക് പറഞ്ഞേ മതിയാകൂ. അല്ലെങ്കിൽ ഉത്തരം പറയിക്കാൻ തെരുവിൽ പോരാട്ടത്തിനിറങ്ങിയ രാഹുൽ ഗാന്ധി ഉണ്ട് എന്ന് ഓർത്താൽ മതി. പ്രധാനമന്ത്രിക്കെതിരെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിന് പകരം നീറ്റ് പരീക്ഷാ തട്ടിപ്പിൽ ജീവിതം വഴിമുട്ടിയ വിദ്യാർത്ഥികളുടെ നെഞ്ചെടുപ്പ് രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടുവാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷാ വിവാദങ്ങളെ തുടർന്നുണ്ടായ മാനസിക സംഘർഷം മൂലം ആത്മഹത്യ ചെയ്ത ആരാധ്യ എന്ന പെൺകുട്ടിയുടെ കത്ത് രാഹുൽ ഗാന്ധി വേദിയിൽ വായിച്ചപ്പോൾ കഠിന ഹൃദയരുടെ കണ്ണുപോലും നിറഞ്ഞൊഴുകിയിരുന്നു. ഡോക്ടറാകാൻ ആഗ്രഹിച്ച കുട്ടികളുടെ പ്രതീക്ഷകൾ തകർത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടിയന്തരമായി രാജിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ കട്ടായമുള്ള ആവശ്യം മോദി സർക്കാരിന്റെ നെഞ്ചെടുപ്പ് കൂട്ടുകയാണ്. കോട്ടയിൽ ഉയർന്നു കേട്ട ഈ വിദ്യാർത്ഥി മുന്നേറ്റം വരും ദിവസങ്ങളിൽ പ്രയാഗ്രാജ്, പട്ന, ഡൽഹി തുടങ്ങിയ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്ക് ആളിപ്പടരുമെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനമാണ് BJP ക്യാമ്പിനെ അസ്വസ്ഥമാക്കാൻ പോകുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭം കൈവിട്ടുപോയാൽ അത് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് അമിത്ഷായ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധം തീർക്കാനും പ്രതിപക്ഷ നീക്കങ്ങളെ തടയുവാനും അർദ്ധരാത്രിയിൽ പോലും ഡൽഹിയിൽ ചർച്ചകൾ സജീവമാക്കിയത്. ഛത്രോം കി ഗൂജ് അഥവാ വിദ്യാർത്ഥികളുടെ ഗർജനം എന്ന പേരിൽ കോൺഗ്രസ് ആരംഭിച്ച ഈ സമരം മോദി സർക്കാരിന്റെ ഉറക്കം കെടുത്തും എന്നുറപ്പാണ്. അതുപോലെ തന്നെ മരണപ്പെട്ട കുട്ടികളുടെ ആത്മശാന്തിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം കൂടിയാകും കോൺഗ്രസ് ഇവിടെ നടത്താൻ ഒരുങ്ങുന്നത്.